എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത, അർത്ഥം കൃത്യമായി പറഞ്ഞു കൊടുത്ത, അതുപോലെ സംഭവിച്ച ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു. വീണ്ടും അവനെ ജോലി സ്ഥലത്ത് ഈ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ കൊണ്ടിരുത്തിയപ്പോൾ അവൻ ജോസഫിനെ ഓർത്തില്ല, ജോസഫിനെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ മറന്നു കളഞ്ഞു എന്ന് നാം അവിടെ വായിക്കുമ്പോഴും അതിനകത്ത് ആത്മനിറവിൽ ഒരു ദൂത്, ഒരു സന്ദേശം ഞാൻ കൈമാറാം. ആമേൻ, സ്തോത്രം. അവൻ മറന്നു പോയത് സത്യമാണ്. പക്ഷെ ആ സമയത്ത് ഓർക്കാതിരുന്നതിനും ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. ചിലപ്പോഴൊക്കെ നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, എന്നെ ഓർക്കേണ്ടവർ എന്ത് ചെയ്തില്ല? ഓർത്തില്ല. എന്നെ അറിയേണ്ടവർ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. ആ വ്യക്തി എന്നെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ, ആ അധികാരി എന്നെ ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ, അപ്പുറത്തെ വീട്ടിലെ വ്യക്തിയും അല്ലെങ്കിൽ ആ വ്യക്തിയും എന്നെ ഒന്ന് ഓർത്തിരുന്നെങ്കിലും എന്റെ കഷ്ടതകൾ മാറുമായിരുന്നു, എന്റെ സാഹചര്യങ്ങൾ മാറുമായിരുന്നു, എന്റെ പ്രയാസങ്ങൾ മാറുമായിരുന്നു എന്ന് ഒരുപക്ഷെ നീ ചിന്തിക്കുമ്പോഴും ആമേൻ, ചിലരൊക്കെ നിന്നെ ഓർക്കാതെ മറന്നു കളഞ്ഞതുപോലെ ആയിപ്പോയി ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട് എന്ന് ഇന്ന് പകൽ നിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം. ചിലരൊക്കെ നിന്നെ ഓർക്കാതിരുന്നത് കൊണ്ടാ ഇന്ന് പകൽ നീ ഇതിനകത്ത് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ചിലരൊക്കെ നിന്നെ മറന്നു കളഞ്ഞത് കൊണ്ടാ. ചിലർ പറയാറുണ്ട്, പാസ്റ്ററേ എന്നെ എല്ലാവരും മറന്നു കളഞ്ഞു, എന്റെ ബന്ധക്കാർ എന്നെ മറന്നു കളഞ്ഞു, എന്റെ ചാർച്ചക്കാർ എന്നെ മറന്നു കളഞ്ഞു, എന്റെ നാട്ടുകാർ എന്നെ മറന്നു കളഞ്ഞു, എന്റെ മക്കൾ എന്നെ മറന്നു കളഞ്ഞു, എന്റെ മാതാപിതാക്കൾ എന്നെ മറന്നു കളഞ്ഞു, എന്റെ സഹോദരങ്ങൾ എന്നെ മറന്നു കളഞ്ഞു, ആളുകളെല്ലാം എന്നെ മറന്നു കളഞ്ഞു. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് നിന്നോടായി പറയുകയാണ്, നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ആര് നിന്നെ ഓർത്തില്ല എങ്കിലും നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് ശക്തമായി ഭൂരി കൈമാറുകയാണ്.